രാജ്യസഭയില് എല്ലാ ദിവസവും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ദൃക്സാക്ഷി എന്ന നിലയിൽ രാജീവ്ജി പരാമർശിച്ച വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അനുബന്ധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഈ മൺസൂൺ സെഷൻ ആരംഭിച്ച ദിവസം മുതൽ ഇന്നു വരെ, ഇന്നും ഇപ്പോൾ രാജ്യസഭയിൽ ബഹളം നടക്കുകയാണ്, ലോക്സഭ അഡ്ജേൺ ചെയ്തിരിക്കുക. ഗോൾ പോസ്റ്റുകൾ ഇങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ട് മനഃപൂർവമായി സംഘടിതമായി ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്ന ലൈൻ. ഇന്നലെ രാജീവ്ജി പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ അത്യധികം ആവേശത്തോടെ ലോക്സഭയിൽ മിനിയാന്ന് ബില്ല് പാസ്സായി. പക്ഷെ ആ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് 20 തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരിൽ ഒരാൾ ഒഴിച്ച്, സുരേഷ് ഗോപി ഒഴിച്ച്, ബാക്കി 19 പേരും ചർച്ചയുടെ ഭാഗമാകാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജ്യസഭയിലും സാമാന്യമായി ഈ നിലപാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ചർച്ച തുടങ്ങുന്ന 2 ബില്ലുകളാണ് ഇന്നലെ രാജ്യസഭ ചർച്ചക്കെടുത്തത് ഉച്ചതിരിഞ്ഞുള്ള ആ സമയത്ത്. രണ്ടാമതായിട്ടാണ് കേരളം എന്ന ബില്ല് വന്നത്. ആദ്യത്തെ ബില്ല് ചർച്ചക്കെടുത്തപ്പോൾ തന്നെ ബഹളം വെച്ച് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാവരും ഇറങ്ങിപ്പോയി. രണ്ടാമത്തേത് കേരളമായതുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്നുള്ള ഒരു 3-4 CPIM CPI MP-മാരും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഓരോ MP-മാരും ഇടയ്ക്കിടയ്ക്ക് വന്ന് സഭയിൽ വന്നിരിക്കുന്നത് കണ്ടു. ബില്ല് അവതരിപ്പിച്ചത്, കേരളവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച തുടങ്ങിയത് ജബി മേത്തറാണ്, കോൺഗ്രസിന്റെ ആദ്യത്തെ ചർച്ച. ആദ്യം അവരാണ് പങ്കെടുത്തത്. രണ്ടാമതാണ് ഞാൻ സംസാരിച്ചത്. ജബി മേത്തർ സംസാരിക്കുമ്പോഴും കേരളമല്ല അവരുടെ പ്രതിപാദ്യ വിഷയം, മറിച്ച് വള്ളത്തോടിനെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ തരത്തിൽ ആ ചർച്ചയെ വഴിതിരിച്ചുവിടാനാണ് അവർ ശ്രമിച്ചത്. അവർ നേരെ വള്ളത്തോടിൽ നിന്ന് വിദ്യാർത്ഥി സമരത്തിലേക്ക് എത്തുന്നു, ജന്തർ മന്ദറിലേക്ക് എത്തുന്നു. ഒരു ബന്ധവുമില്ലാത്ത, ഏറ്റവും ഭാവാത്മകമായി സമീപിക്കേണ്ട ഒരു വിഷയത്തെ അവസാനിച്ച മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി സർക്കാരിനെ താറടിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഉണ്ടായത്. രണ്ടാമത് സംസാരിച്ചത് ഞാനാണ്. ആ ശ്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ വള്ളത്തോടിന്റെ വരി ഉദ്ധരിച്ചു, കേരളം അഭിമാനപൂരിതമാകണം, കേരളം എന്ന് കേൾക്കുന്നു. പക്ഷെ അതിന്റെ തൊട്ടു മുമ്പിൽ പറയുന്നത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം, കേരളം എന്ന് കേട്ടാൽ ചോര തിളക്കണം. അപ്പൊ ഭാരതം എന്ന അഭിമാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ചോര തിളക്കാൻ. അതാണ് ആശയം. പക്ഷെ അത് വഴിതിരിച്ചുവിട്ട് രാജ്യവിരുദ്ധമായി നടക്കുന്ന എന്തിനേയും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ ഒരു അധ്യാപകൻ VD സവർക്കറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ചോദ്യം ക്വിസ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിഷയം ഉന്നയിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെ കുറിച്ച് ഓർക്ക് ചോര തിളക്കണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായകന്മാരെ അംഗീകരിക്കാതെ എങ്ങനെ സാധിക്കും? വന്ദേ മാതര ഗാനം മുഴുവനായി പാടുന്നതിനെ എതിർക്കുന്നവർക്ക് എങ്ങനെയാണ് കേരളത്തെ ഓർക്ക് ചോര തിളക്കാൻ കഴിയുക? ഈ വിഷയം ഉന്നയിച്ചു. അപ്പോഴേക്കും അതിഗംഭീരമായ ബഹളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP-മാരിൽ നിന്നുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയത്, കൗതുകമുണർത്തിയ ഒരു കാര്യം, കേരളത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ച ഒരു ശിക്ഷാ നടപടി അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക എന്ന സസ്പെൻഷൻ ശിക്ഷാ നടപടിയല്ല, അതിലേക്ക് എത്താനുള്ള മാർഗമാണ്. ആ നടപടിയെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങളെക്കാൾ ആവേശത്തോടെ ന്യായീകരിക്കാനും ബഹളം വെക്കാനും മുന്നോട്ട് വന്നത് ഈ പറയുന്ന CPIM-ന്റെയും CPI-യുടെയും MP-മാരാണ്. വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് സാധാരണ നിലയ്ക്ക് രാജീവ്ജി സൂചിപ്പിച്ചു, ഇവർ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ 2-3 പേരാണ് പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്തു. പക്ഷെ ആ ചർച്ചയെ വഴിതിരിച്ചുവിട്ട് സർക്കാരിനെ കരിതേച്ച് കാണിക്കാൻ വേണ്ടി അവസാനിച്ച ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവർ സംസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. സാമാന്യമായ ഒരു നിലയ്ക്ക് മര്യാദ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്താണ്?
നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള അവർ വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ, വിമർശിക്കട്ടെ. ആ ചർച്ച കഴിയുന്നതുവരെ സഭയിലിരിക്കാൻ ഏകകണ്ഠമായി കേരളത്തിലുള്ള എല്ലാ MP-മാരും ഞങ്ങൾ ഈ ബില്ലിനെ സ്വീകരിക്കുന്നു, ഇത് നിയമമാകണം എന്ന് പറഞ്ഞ് ചർച്ച തീർന്ന് ചെയർമാൻ അതിന്റെ കൺക്ലൂഷൻ എത്തി അവതരിപ്പിച്ച മന്ത്രി മറുപടി പറഞ്ഞ് വോട്ടിലിടണമെങ്കിൽ വോട്ടിലിടാം. അങ്ങനെയായിരുന്നില്ലേ വേണ്ടത്? പകരം കിട്ടുന്ന അവസരത്തിൽ കയറി വരുന്നു, അവിടെ ബഹളം ഉണ്ടാക്കുന്നു, രാഷ്ട്രവിരുദ്ധമായ ആശയത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു, ഇറങ്ങിപ്പോകുന്നു. ഈ സമീപനം കേരളത്തോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയാണ് എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഇന്നലെ അവിടെ പറയാൻ വിചാരിച്ചതാണ്, സമയം കഴിഞ്ഞുകൊണ്ട് പറഞ്ഞില്ല. മലയാളത്തിന്റെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഇന്നുവരെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിമിതി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായത്? നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. തിരൂർ തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കോ സാംസ്കാരിക നായകന്മാർക്കോ സ്ഥാപനങ്ങൾക്കോ ഗവൺമെന്റിനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതാണ്. പിന്നെ രാജ്യസഭ ലോക്സഭ രണ്ട് പാർലമെന്റ് ഇന്ന് തീരുകയാണ്. വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും 10-20ഓളം ബില്ലുകളാണ് പാസ്സാക്കേണ്ടിയിരുന്നത്. ചിലതൊക്കെ പാസ്സാക്കി എടുത്തു. ഈ ബില്ലിന്റെ ചർച്ചാവേളയിൽ അവരുന്നയിച്ച വിഷയം ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും ചർച്ച ചെയ്യാൻ സാധിക്കാതെ സത്യത്തിൽ ഒരു പക്ഷെ പറയുമ്പോൾ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടെ. സാധാരണ നിലയ്ക്ക് ബാലിശമായ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൂക്കി വിളി വരെ രാജ്യസഭയിൽ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ എന്താണ് അതിന്റെ മനസ്സാക്ഷ്യം? കൂക്കി വിളിയാണ്, കൂവലാണ്, മുദ്രാവാക്യം വിളി പോലുമല്ല. അപ്പൊ ഈ നിലയിലേക്ക് പ്രതിപക്ഷം തരംതാണ തരത്തിലാണ് സഭയിൽ പെരുമാറിയത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും.